ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വംശജനായ ആദ്യ മന്ത്രി തന്റെ ആരാധനാപാത്രമായ മമ്മൂട്ടിയെ കാണാനെത്തി. നമ്മുടെ ഫാൻസ് അസോസിയേഷന്റെ പഴയ ആളാണെന്ന് പറഞ്ഞായിരുന്നു മമ്മൂട്ടി കോട്ടയം സ്വദേശി ജിൻസൺ ആൻഡ്രൂ ചാൾസിനെ പരിചയപ്പെടുത്തിയത്. മന്ത്രിയായ ശേഷം ആദ്യമായി നാട്ടിലെത്തിയപ്പോഴാണ് ജിൻസൺ ആൻഡ്രൂ ചാൾസ് മമ്മൂട്ടിയെ കാണാനെത്തിയത്. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറിയിൽ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം നാട്ടിലെത്തിയ ജിൻസൺ ആൻഡ്രൂ തന്റെ ജീവിതത്തിൽ മാർഗദർശിയായി നിന്ന നടൻ മമ്മൂട്ടിയെ കാണാൻ തിരക്കിനിടയിലും ഓടിയെത്തി. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ തനിക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ജിൻസണെ മന്ത്രിയായി മുന്നിൽ കണ്ടപ്പോൾ മമ്മൂട്ടിക്കും അത് അഭിമാന നിമിഷമായി മാറി. കൊച്ചിയിൽ ചിത്രീകരണം തുടരുന്ന മഹേഷ് നാരായണന്റെ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിന്റെ സെറ്റിലായിരുന്നു കൂടിക്കാഴ്ച. മറ്റൊരു രാജ്യത്തിന്റെ ഭരണതലപ്പത്തേക്ക് എത്തിയ ജിൻസണെ മമ്മൂട്ടി അഭിനന്ദിച്ചു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം പ്രിയ താരവുമായുള്ള ആദ്യ സന്ദർശനമായതിനാൽ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ക്ഷണിച്ചുള്ള സർക്കാരിന്റെ ഔദ്യോഗിക കത്തും ജിൻസൺ മമ്മൂട്ടിക്ക് കൈമാറി. സിനിമയുൾപ്പെടെ 6 സുപ്രധാന വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച മമ്മൂട്ടി എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയയിലെത്താമെന്ന ഉറപ്പും ജിൻസന് നൽകി. വർഷങ്ങളോളം മമ്മൂട്ടിയുടെ കാരുണ്യ ദൗത്യങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്ന ജിൻസൺ കോട്ടയം പാലാ സ്വദേശിയാണ്. ഓസ്ട്രേലിയയിലേക്ക് കൊച്ചിയിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് തുടങ്ങുന്നതിനായി ശ്രമം നടത്താൻ കഴിയില്ലേ എന്നായിരുന്നു പഴയ ആരാധകനോട് മമ്മൂട്ടിയുടെ ആദ്യ ചോദ്യം. ജീവിതത്തിൽ ഏറെ കടപ്പാടും സ്നേഹവുമുള്ള മനുഷ്യനാണ് മമ്മൂട്ടിയെന്നും നടനപ്പുറം ലോകമറിയാതെ അദ്ദേഹം ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളാണ് തനിക്ക് പ്രചോദനമായതെന്നും ജിൻസൺ ആൻഡ്രൂ ചാൾസ് പ്രതികരിച്ചു. മമ്മൂക്ക എന്ന നടനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അതിലേറെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആരും കാണാതെ ആളുകളെ സഹായിക്കുന്ന ഒരു സൈഡ് മമ്മൂക്കയ്ക്കുണ്ട്. അത് അച്ഛന്മാരോടും അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റ് ഉന്നതരുമായി ചേർന്ന് അവരുടെ ഒരു ബ്രാൻഡ് വാല്യൂവിനെ എങ്ങനെ ആളുകൾക്ക് പ്രയോജനപ്പെടുത്താമെന്ന് നല്ല രീതിയിൽ കാണിക്കുന്ന ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണിത്. 2007 മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനുമായി സഹകരിച്ച് സൗജന്യ നേത്ര ചികിത്സ പദ്ധതിക്ക് രൂപം കൊടുത്തപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള വിദ്യാർത്ഥി വോളണ്ടിയേഴ്സിനെ നയിച്ചത് നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന ജിൻസൺ ആയിരുന്നു. പിന്നീട് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയപ്പോഴും മമ്മൂട്ടിയുടെ സാമൂഹിക സേവന പദ്ധതികളുടെ ഭാഗമായി തന്നെ ജിൻസൺ തുടർന്നു. ഇനിയും ഏറെക്കാലം മന്ത്രിയായി തുടരാനാകട്ടെ എന്ന് ആശംസിച്ചാണ് ജിൻസണെ മമ്മൂട്ടി യാത്രയാക്കിയത്. ന്യൂസ് മലയാളം, കൊച്ചി.